കൂടി നമ്മൾ വെള്ളം വെട്ടി തിളപ്പിച്ച് അതിൽ ഇത്തിരി നാളികേരവും ചതച്ചിട്ട് ജീരകം ഇട്ടിട്ട് നമ്മൾ പത്തിരി ഇങ്ങനെ കൈപ്പത്തിരി പരത്തി ചുട്ടെടുക്കുക. ഇങ്ങനെ പരത്തിയെടുക്കുക കൈപ്പത്തിരി. നമ്മൾ ഇലയിൽ വെച്ചിട്ടും പരത്താം. ഞാൻ സാധാരണ കയ്യിലാണ് ചെയ്യാറ്. എന്നിട്ട് നമ്മളിത് പാനിൽ ഇടുക. അപ്പോൾ ഒരു പുറം ചുട്ട് വരുമ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങയും ശർക്കരയും ചേർക്കണം. പത്തിരി ഒരു പുറം വെന്ത് വന്നു. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മീതെ ശർക്കര ഉരുക്കിയതും നാളികേരം കൂടി പിന്നെ ജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ശർക്കരയും നാളികേരവും കൂടി മിക്സ് ചെയ്താണ്, ശർക്കര ഉരുക്കിയിട്ട് നാളികേരം കൂടി മിക്സ് ചെയ്താണ്. അത് നമുക്ക് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറിയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ തിന്നാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പരത്തി വെച്ച് കൊടുത്തിട്ട് എല്ലാ ശർക്കരയും നാളികേരവും കൂടി അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിങ്ങനെ എല്ലായിടത്തേക്കും നമ്മളിങ്ങനെ നാളികേരവും ശർക്കരയും നമ്മൾ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മധുരപ്പത്തിരി. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ പത്തിരി നമ്മൾ പാൽ കൂട്ടി കഴിക്കും, പിന്നെ ചിലർ ഇഷ്ട കൂട്ടി കഴിക്കും, ഇറച്ചിക്കറി. ഞങ്ങൾ ഇറച്ചിക്കറി കൂട്ടിയിട്ടാണ് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതേപോലെ ചെയ്ത് ഇതിന് മധുരപ്പത്തിരി എന്നാണ് പറയുക. അപ്പോൾ ഇതിന് ഒരു കറിയുടെയും ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറുപുറം വേകുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ നാളികേരം ശർക്കരയൊക്കെ നല്ലോണം വെന്ത് വരും. അങ്ങനെ നമ്മളുടെ മധുരപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ മധുരപ്പത്തിരി പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പാത്രത്തിലേക്കാക്കി. ഒരു കയ്യിൽ മൊബൈലുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. ഇനി നമുക്കത് കഴിക്കാം. നമ്മളാ മധുരപ്പത്തിരി നമുക്ക് പൊട്ടിച്ചിട്ട് കഴിക്കാം. നല്ല ചൂടാണ്. അങ്ങനെ നമുക്കൊരു കഷ്ണം പൊട്ടിച്ചിട്ട് കഴിച്ചു കൊടുക്കുക. കണ്ട നല്ല ചൂടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.